ഞങ്ങളുടെ ഹേമന്തകാല വസതിക്ക് 3 മൈൽ അകലെയുള്ള വിശാലമായ പുൽപ്രദേശത്ത് വെച്ചാണ് ഞാൻ ബ്രഹ്മചാരിയെ ആദ്യമായി കാണുന്നത്. കാടിന്റെ ഹൃദയഭാഗത്തുള്ള ഈ തുറസായ പുൽമേടിന് ചുറ്റും ചൂരൽക്കാടുകളും വൻ വൃക്ഷങ്ങളുമുണ്ട്. 1920 മുതൽ 1930 വരെയുള്ള ഒരു ദശാബ്ദത്തിനിടയിൽ നിരവധി ശിക്കാരികൾ ഈ കടുവയെ വേട്ടയാടാൻ നടന്നിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ വിദഗ്ധമായി കബളിപ്പിച്ച് നടക്കുകയാണ് പവൽഗാഡിലെ ഈ ബ്രഹ്മചാരി. അവനെങ്ങനെ ഈ പേര് കിട്ടിയോ ആവോ? ഒരു നാൾ നന്നേ പുലർച്ചയ്ക്ക് നടക്കാൻ ഇറങ്ങിയ ഞാൻ ഈ പുൽപ്പരപ്പിന്റെ അടുത്തുള്ള ഉയരമേറിയ മേട്ടിൽ ചെന്ന് ചുറ്റുപാടും വെറുതെ നോക്കി നിന്നു. അവിടെ കൂടി ഒഴുകുന്ന നദിയുടെ കരിയില കൂട്ടത്തിൽ ഏതാനും കാട്ടുകോഴികൾ കുത്തിപ്പെറുക്കി നടക്കുന്നുണ്ടായിരുന്നു. ഹിമകണങ്ങൾ കൊണ്ട് 1000 കുഞ്ഞു സൂര്യന്മാരെ പകർത്തിക്കാട്ടുന്ന ആ പുൽമേട്ടിൽ 10-60 പുള്ളിമാനുകൾ മേഞ്ഞു നടക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടു രസിച്ച് ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് കുറേ നേരം ഒരു മരക്കുറ്റിയിൽ ഞാൻ ഇരുന്നു. പെട്ടെന്ന് ഞാൻ ഇരുന്നതിനടുത്തായി നിന്ന ഒരു പുള്ളിമാൻ തല ഉയർത്തി എന്നെ നോക്കിക്കൊണ്ട് ഉറക്കെ നിലവിളിച്ചു. അടുത്ത നിമിഷം കാട്ടിൽ നിന്ന് പുറത്തു വന്ന ബ്രഹ്മചാരി പുൽപ്പരപ്പിലേക്ക് കടന്നു വന്നു. അല്പനേരം ഗൗരവത്തോടെ ചുറ്റുപാടുകൾ ഒന്ന് വീക്ഷിച്ചു. പിന്നെ വളരെ മന്ദഗതിയിൽ നടന്നു. ഒരു പുതുപുലരിയിൽ അവനെ കാണാൻ വല്ലാത്തൊരു ചന്തമുണ്ടായിരുന്നു. മാനുകൾ അവനെ കണ്ട് പേടിച്ച് വഴി മാറി നിന്നു. അവയെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പുൽമേട് കടന്ന് അരുവിയിലെത്തി അവൻ വെള്ളം കുടിച്ചു. പിന്നെ മരങ്ങൾക്കിടയിലൂടെ നടന്നു മറിഞ്ഞു. രാജകീയമായ വരവേൽപ്പാണ്. കരയുന്ന മാനുകളും കൂവുന്ന കാട്ടുകോഴികളും ചലപില ചിലച്ചുകൊണ്ട് മരക്കൊമ്പിൽ ചാടിക്കളിക്കുന്ന കുരങ്ങന്മാരും ചേർന്ന് അവന് നൽകിയതെന്ന് എനിക്ക് തോന്നി. ഏതാണ്ട് 6 മൈൽ അകലെയാണ് ബ്രഹ്മചാരിയുടെ സ്ഥിരതാമസം. ആനപ്പുറത്ത് കയറി ചെന്ന് ആ പ്രദേശത്തുള്ള കടുവകളെ ഒട്ടുമിക്കവാറും കൊന്ന നായാട്ടുകാരിൽ നിന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടവനാണ് ഈ ബ്രഹ്മചാരി. അതിനാണ് അത്രയും അകലെ അവൻ തന്റെ കൊട്ടാരം സ്ഥാപിച്ചത്. ആ മലയിടുക്ക് മലയുടെ അടിവാരം വരെ നീണ്ടു കിടന്നു. 1/2 മൈലെങ്കിലും നീളം വരും ആ മലയിടുക്കിന്. അതിന്റെ ഇരുവശവും ആയിരക്കണക്കിന് അടി ഉയരത്തിൽ മലകളാണ്. ഇടുക്കിന് മുകളിൽ 20 അടി ഉയരത്തിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടം ചെങ്കലി മണ്ണിലൂടെ ഒഴുകിപ്പോകുന്ന ഭാഗത്ത് 4 അടി വീതിയായി ചുരുങ്ങിയത് കാണാം. ബ്രഹ്മചാരിയുടെ താമസ സ്ഥലത്തേക്ക് ആനപ്പുറത്തോ കുതിരപ്പുറത്തോ ഒന്നും ചെന്നെത്താൻ പറ്റില്ല. കാൽനടയെ തന്നെ വേണം ചെല്ലാൻ. രാത്രി വെടിവെക്കുന്നത് സർക്കാർ നിരോധിച്ചിരിക്കുന്നതും സുരക്ഷിതമായ ആ സ്ഥാനവുമാണ് നമ്മുടെ ബ്രഹ്മചാരിയെ നായാട്ടുകാരിൽ നിന്നും അതുവരെ രക്ഷിച്ചത്. പലരും കണ്ണിനെ കെട്ടിയിട്ട് കടുവയെ ആകർഷിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അവന് പിഴവ് പറ്റിയതേയില്ല. എങ്കിലും 2 തവണ അവൻ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അത്രേ. ഫ്രെഡ് ആൻഡേഴ്സൺ ഒരിക്കൽ മച്ചാനിലിരുന്ന് അവന് വെടിവെച്ചതാണ്. പക്ഷെ റൈഫിൾ മച്ചാൻ കെട്ടിത്തൂക്കിയ കയറിൽ തട്ടി ഉന്നം പിഴച്ചുപോയി. മറ്റൊരിക്കൽ ഹോയ്ഷേരി എന്നയാൾ കാടിളക്കി കടുവ പുറത്തു വന്നപ്പോൾ തോക്കു നിറയ്ക്കാൻ ഒരു നിമിഷം വൈകിയത് കൊണ്ടും അവൻ തടി രക്ഷിച്ചു. രണ്ടുപേരും കടുവയെ വളരെ അടുത്ത് നേരിൽ കണ്ടവരാണ്. ആൻഡേഴ്സൺ പറയുന്നത് ഒരു ഷെഡ്ലാൻഡ് കുതിരയുടെ അത്ര വലിപ്പം അവനുണ്ടെന്നാണ്. എഡിയുടെ അഭിപ്രായത്തിൽ അവനൊരു കഴുതയുടെ അത്ര വലിപ്പമുണ്ട്. ഒരു മഞ്ഞുകാലത്ത് ഞാനും ഞങ്ങളുടെ കമ്മീഷണറായിരുന്ന വിൻറാമും കൂടി ഈ ബ്രഹ്മചാരിയെ തേടിയെത്തി. കടുവകളെ കുറിച്ച് ഏറ്റവും വിശദമായും ആധികാരികമായും പഠിച്ച വ്യക്തിയാണ് വിൻറാം. ബ്രഹ്മചാരി കടുവയുടെ ആസ്ഥാനത്തിന് മുകൾ ഭാഗത്ത് കാട്ടുതീ മൂലം തെളിഞ്ഞ ഒരു നടപ്പാത ഉണ്ടായിരുന്നു. ആ പാതയിൽ അന്ന് രാവിലെ കണ്ട കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കാണിച്ചു കൊടുക്കാനായി ഞാൻ വിൻറാമിനെയും കൂട്ടി അങ്ങോട്ട് പോയി. ഞങ്ങളുടെയൊപ്പം സമർത്ഥരായ 2 വേട്ടക്കാർ വേറെയും ഉണ്ടായിരുന്നു. ആ ശിക്കാരികളും വിൻറാമും കടുവയുടെ കാൽപ്പാടുകൾ അളന്നു നോക്കി. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് കടുവയ്ക്ക് 10 അടി 6 ഇഞ്ച് നീളം വരുമെന്നാണ്. അത്രയും വലിയ ഒരു കടുവയെ ഇതിനു മുമ്പ് തങ്ങളാരും കണ്ടിട്ടില്ലെന്ന് അവർ പറഞ്ഞു. വനം വകുപ്പുകാർ ബ്രഹ്മചാരിയുടെ ആസ്ഥാനത്തിന് ചുറ്റുമുള്ള മരങ്ങളെല്ലാം മുറിക്കാൻ തുടങ്ങി. 1930-ലായിരുന്നു ഇത്. ഈ ശല്യം കാരണം കടുവ തന്റെ സ്ഥാനം അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. ആ ഹേമന്ത കാലത്ത് പല സംഘം നായാട്ടുകാർ അവനെ ലക്ഷ്യമാക്കി വന്നെങ്കിലും എല്ലാവരും നിരാശരായി മടങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെയാണ് കാട്ടിലൂടെ തപാലം കൊണ്ടുവന്നിരുന്ന ഒരു തപാൽ ജീവനക്കാരൻ എന്റെ അടുത്ത് വന്ന് അന്ന് രാവിലെ അയാൾ കാട്ടിലൊരിടത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായി അറിയിച്ചത്. 30 കൊല്ലത്തെ തപാൽ ഓട്ടത്തിനിടയിൽ ഇത്രയും വലിയ കാൽപ്പാടുകൾ ആദ്യമായാണ് കാണുന്നതെന്നും അയാൾ പറഞ്ഞു. പടിഞ്ഞാറ് നിന്നും വന്ന് പാതയിലൂടെ 200 വാരയോളം നടന്ന് നേരെ കിഴക്കോട്ട് പോയിരിക്കുകയാണ് ത്രയവൻ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 2 മൈൽ അകലെ നിൽക്കുന്ന ഒരു ബദാം മരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് കാൽപ്പാടുകൾ ആരംഭിക്കുന്നത്. പിറ്റേ ദിവസം വളരെ നേരത്തെ റോബിനും ഒന്നിച്ച് ഞാൻ യാത്ര തിരിച്ചു. കടുവ സഞ്ചരിച്ചെന്ന് പറയപ്പെടുന്ന വഴി കൊടും കാട്ടിലൂടെ 1/2 മൈലോളം ചെന്ന് സാമാന്യം വീതിയുള്ള ഒരു കാട്ടരുവി കടന്ന്
ഒരു കാലിപ്പാതയുമായി ചേരുന്നുണ്ട്. ആ പാതയാകട്ടെ മലയുടെ അടിവാരം ചുറ്റി ഒരു കാട്ടിൽ അവസാനിക്കുന്നു. കടുവ സാധാരണ പതിയിരിക്കാറുണ്ട് അവിടെ. ആ കന്നുകാലി പാതയിലേക്കാണ് ഞാനും റോബിനും നടന്നത്. താഴ്വരയിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന കാലടികളെല്ലാം അവിടെ കാണാൻ കഴിയും എന്നതുകൊണ്ടാണ് അങ്ങോട്ട് നടന്നത്. എന്റെ വേട്ടനായ റോബിന് ഈ യാത്ര അല്പം ഗൗരവമുള്ളതാണെന്ന് എങ്ങനെയോ മനസ്സിലായിരിക്കണം. അതുകൊണ്ട് അവൻ വഴിക്കു കണ്ട കാട്ടുകോഴി, കാട്ടാട്, മാൻ തുടങ്ങിയവയൊന്നും റോബിൻ ഗൗനിച്ചതേയില്ല. ഗൗരവത്തിൽ എനിക്കൊപ്പം മൂപ്പർ നടന്നു. നടപ്പാത മലയുടെ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് എത്തിയപ്പോൾ റോബിൻ തറയിൽ ശ്രദ്ധയോടെ മണപ്പിക്കുന്നത് ഞാൻ കണ്ടു. ആ മണം വിടാതെ നടന്നുകൊള്ളാൻ ഞാൻ അവന് നിർദ്ദേശം നൽകി. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് നടപ്പാതയിലൂടെ താഴേക്ക് നടന്നു തുടങ്ങി. എന്റെ മുന്നിൽ കയറിയാണവൻ നടന്നിരുന്നത്. അവന്റെ ഭാവപ്രകടനങ്ങളിൽ നിന്ന് ഒരു കടുവയുടെ മണമാണ് അവന് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചു. 100 അടി അങ്ങനെ നടന്നപ്പോൾ ഇളകിക്കിടന്ന ഒരു സ്ഥലത്ത് കടുവയുടെ കാൽപ്പാടുകൾ ഞാൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ബ്രഹ്മചാരിയുടെ അസാധാരണ വലിപ്പമുള്ള കാൽപ്പാടുകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് അവൻ ഈ വഴി പോയതെന്നും എനിക്കുറപ്പായിരുന്നു. കുറച്ചു ഭാഗത്തെ മണ്ണിന് മാത്രമേ പശിമയുള്ളൂ. പിന്നെ അങ്ങോട്ട് 100-300 വാരയോളം കല്ലും പാറയും ഒക്കെയാണ്. ആ വഴി ചെങ്കുത്തായി ചെന്നിറങ്ങുന്നത് വിശാലമായ ഒരു മൈതാനത്തേക്കാണ്. കടുവയെ ആ മൈതാനത്ത് വെച്ച് കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ കഷ്ടി 9 വാര കൂടി നടന്നപ്പോൾ റോബിൻ പെട്ടെന്ന് നിന്നു. അവിടെ കണ്ട പുൽക്കൂട്ടത്തിൽ മൂക്കുരസിയിട്ട് അവൻ തിരിഞ്ഞ് ആ പുൽക്കാട്ടിലേക്ക് കയറി. 2 അടി ഉയരമുള്ള ആ പുൽപ്പരപ്പിനപ്പുറം 5 അടി ഉയരത്തിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന ക്ലെറോഡെൻഡ്രൻ ചെടികളുണ്ട്. നല്ല വലിപ്പമുള്ള ഇലകളും പൂക്കളുമാണ് ഈ ചെടികൾക്കുള്ളത്. നല്ല തണൽ ലഭിക്കുന്നതിനാൽ ക്ലെറോഡെൻഡ്രൻ ചെടികൾക്ക് ചുവടെ മാൻ, പന്നി, കടുവ തുടങ്ങിയ മൃഗങ്ങൾ വിശ്രമിക്കാൻ എത്തുക പതിവാണ്. ആ ചെടിക്കൂട്ടത്തിനടുത്തു വരെ പോയിട്ട് റോബിൻ പെട്ടെന്ന് തിരിഞ്ഞോടി എന്റെ അടുത്ത് വന്നു നിന്നു. ഞാൻ അവനെയും എടുത്തുകൊണ്ട് നടന്നു. പിൻകാലുകൾ എന്റെ കോട്ടിന്റെ പോക്കറ്റിലും മുൻകാലുകൾ കൊണ്ട് എന്റെ കയ്യിലും ചുറ്റി പിടിച്ച് അവൻ സുഖമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ശ്രദ്ധിക്കേണ്ടതില്ല. എനിക്ക് റൈഫിൾ ഉപയോഗിക്കാൻ തടസ്സവുമില്ല. റോബിന് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. ഇമാതിരി സന്ദർഭങ്ങളിൽ അവൻ അതിന്റെ ഗൗരവം ശരിക്കും ഉൾക്കൊണ്ട് പെരുമാറും. എന്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ തികച്ചും നിശ്ചലനായിരിക്കും. മുന്നിൽ എന്ത് കണ്ടാലും അവൻ അനങ്ങുകയോ മുരളുകയോ പോലും ചെയ്യില്ല. ഞാൻ വെടിവെക്കുന്നതും ഇര വീഴുന്നതുമെല്ലാം അവനൊരു നിരീക്ഷകന്റെ ഗൗരവത്തിൽ നോക്കിയിരുന്നു കൊള്ളും. ഞാൻ അവനെയും കൊണ്ട് ആ ചെടികൾക്കിടയിലൂടെ കുറെ ദൂരം നടന്നു. പെട്ടെന്ന് എന്റെ തൊട്ടു മുന്നിലുള്ള പൊന്തക്കാട്ടിനുള്ളിൽ ഒരനക്കം ഞാൻ കണ്ടു. ഉടനെ ഞാൻ നടത്തം നിർത്തി അനങ്ങാതെ നിന്നു. അവൻ പൊന്തക്കാട്ടിലൂടെ മുന്നോട്ട് പോയിരിക്കാമെന്നും കാട്ടിലെ തുറസായ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടാമെന്നും പ്രതീക്ഷിച്ച് ഞാൻ നടത്തം തുടർന്നു. എന്നാൽ തുറസായ ഭാഗത്തെങ്ങും അവനെ കാണാൻ കഴിഞ്ഞില്ല. ഇനി റോബിന്റെ റോൾ എന്തെന്നറിയാൻ ഞാൻ അവനെ താഴെ ഇറക്കി നിർത്തി. അവൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞിട്ട് എന്നെ നോക്കി. ഇടതുവശത്തേക്കുള്ള അഗാധമായ മലയിടുക്കിലേക്കാണ് കടുവ പോയിട്ടുള്ളതെന്ന് അവൻ എനിക്ക് സൂചന തരികയായിരുന്നു. ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന ഒരു മലയുടെ അടിവാരത്തിലേക്കാണ് ആ മലയിടുക്ക് ചെന്ന് ചേരുന്നത്. അവിടെ അനേകം ഗുഹകളുണ്ടെന്നും കടുവകളുടെ സ്ഥിര താമസ സ്ഥലമാണ് ആ ഗുഹകളെന്നും എനിക്കറിയാമായിരുന്നു. അത്ര അടുത്തു ചെന്ന് കടുവകളെ വെടിവെക്കാൻ പറ്റിയ തോക്കായിരുന്നില്ല എന്റെ പക്കൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ റോബിനെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. പ്രഭാത ഭക്ഷണം കഴിച്ച് എന്റെ 450 റൈഫിളുമായി ഞാൻ തനിയെ ആ മലയുടെ അടുത്തേക്ക് ചെന്നു. ഗൂർഖകളുടെ ആക്രമണത്തെ എതിരിടാൻ ഗ്രാമവാസികൾ മുൻപ് ഈ മലയെയാണത്രേ ആശ്രയിച്ചിരുന്നത്. ഞാൻ ഏതാണ്ട് മലയോട് അടുത്ത സമയത്ത് ഒരു പോത്ത് അമറുന്നതും ഒപ്പം ഒരു മനുഷ്യൻ കൂവി വിളിക്കുന്നതും കേട്ടു. മലയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് ആ ശബ്ദം കേട്ടത്. മലയുടെ മുകൾ പരപ്പിന് 1/2 ഏക്കറോളം വിസ്താരമുണ്ട്. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരാൾ മരത്തിന് മുകളിലിരുന്ന് കൈക്കോടാലി കൊണ്ട് മരക്കൊമ്പ് വെട്ടുന്നതാണ് കണ്ടത്. വെട്ടുന്നതിനിടയിൽ അയാൾ വെറുതെ കൂവുകയും ആർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മരത്തിന്റെ ചുവട്ടിലാകട്ടെ ഏതാനും പോത്തുകൾ ഭയന്ന് വിറളി പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടതും അയാൾ വിളിച്ചു പറഞ്ഞു, സായിപ്പേ, താങ്കൾ വന്നത് വലിയ കാര്യമായി. ഒരു ഒട്ടകത്തിന്റെ അത്ര വലിപ്പമുള്ള ഒരു കടുവ കുറെ നേരമായി എന്നെയും ഈ പോത്തുകളെയും ആക്രമിക്കാൻ വട്ടമിട്ട് നടക്കുകയാണ്. ഞാനും റോബിനും വീട്ടിലേക്ക് മടങ്ങിയതിന് പിന്നാലെയാണ് അയാൾ പോത്തുകളുമായി വന്നത്. പോത്തിന് കൊടുക്കാൻ മുളയില അരിയുമ്പോഴാണ് അയാൾ തന്റെ പേർക്ക് വരുന്ന കടുവയെ കണ്ടത്. ഇതയാൾക്ക് പുത്തരിയൊന്നുമല്ല. മുൻപും ഇതുപോലെ കാട്ടിൽ വെച്ച് കടുവകളെ അയാൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഉച്ചത്തിൽ കൂവിയാർത്ത് അവയെ വിരട്ടി ഓടിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇവനാകട്ടെ ഒച്ചയും വിളിയും ഒന്നും കൂട്ടാക്കാതെ അയാളെ തുറച്ചു നോക്കിക്കൊണ്ട് മുരളാൻ തുടങ്ങി. അയാൾ ഭയന്നോടി മരത്തിൽ കയറിയതാണ്. പോത്തുകളും ഓടി വന്ന്
ആ മരച്ചുവട്ടിൽ കൂട്ടം കൂടി നിന്നു. കടുവയാകട്ടെ അവരെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നടക്കുകയും ഇടയ്ക്ക് പോത്തുകൾക്ക് നേരെ ചെല്ലുമ്പോൾ അവർ ഒറ്റക്കെട്ടായി കൊമ്പുകുലുക്കി നേരിടാൻ ഒരുങ്ങും. മരക്കൊമ്പിലിരുന്ന് ആ മനുഷ്യൻ ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും വൃക്ഷശിഖരങ്ങൾ മുറിച്ചെടുത്ത് കടുവയെ എറിയുകയും ചെയ്യും. അങ്ങനെ ഇതുവരെ രക്ഷപ്പെട്ടു നിൽക്കുകയാണവർ. പക്ഷെ എനിക്ക് അവനെ കാണാൻ സാധിച്ചില്ല. ഞാൻ ചെന്ന വിവരം അറിഞ്ഞ് അവരെങ്ങോട്ടോ മാറി നിൽക്കുകയാവും. വൃക്ഷത്തിൽ ഇരിക്കുകയായിരുന്ന ഗ്രാമീണനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അയാൾ സാമാന്യം ധീരനായ ഒരു മനുഷ്യനാണ്. ഇടയ്ക്ക് തോക്കുമായി വന്ന് ഈ പ്രദേശത്ത് വേട്ടയാടാറുമുണ്ട്. എങ്കിലും ഈ പ്രത്യേക പരിതസ്ഥിതിയിൽ തന്നെയും തന്റെ പോത്തുകളെയും രക്ഷിക്കണമെന്ന് അയാൾ എന്നോട് അപേക്ഷിച്ചു. എത്രയും വേഗം രക്ഷപ്പെടാൻ ഞാൻ നിർദ്ദേശിച്ചു. മരത്തിൽ നിന്നിറങ്ങി അയാൾ മുന്നിലും അയാൾക്കു പിന്നാലെ പോത്തുകളും. അവ ചിതറിപ്പോകാതെ ശ്രദ്ധിച്ച് ഏറ്റവും പിന്നിൽ തോക്കുമായി ഞാനും നടന്നു. പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഞങ്ങളുടെ വലതുഭാഗത്തായി കടുവയുടെ ശബ്ദം കേട്ടു. ഞങ്ങൾ നടപ്പിന്റെ വേഗത കൂട്ടി. അരുവിക്കരയിലെത്താൻ ഇനിയും 1 മൈൽ കൂടി നടക്കേണ്ടിയിരുന്നു ഞങ്ങൾക്ക്. അരുവി കടന്ന് അപ്പുറത്തുള്ള ഗ്രാമത്തിലെത്തിയാലേ ആ ഗ്രാമീണനും അയാളുടെ പോത്തുകളും രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയൂ. സാധാരണഗതിയിൽ വന്യമൃഗങ്ങളുടെ നേർക്ക് തോക്കിന് പകരം ക്യാമറ ഫോക്കസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യമെന്ന് പലരും എന്നോട് പറയാറുണ്ട്. ഈ ചങ്ങാതിക്കും അത് നന്നായി അറിയാം. അതുകൊണ്ട് അയാൾ എന്നോട് ഈ കടുവയോട് മാത്രം അത്തരം ദയവൊന്നും കാട്ടരുതെന്ന് പ്രത്യേകം പറഞ്ഞു. ഫോട്ടോ എടുക്കുന്നെങ്കിൽ തന്നെ അതവനെ കൊന്നിട്ടു മതിയെന്നായിരുന്നു മൂപ്പരുടെ പക്ഷം. അവനവിടെ തമ്പടിക്കാനാണ് ഭാവമെങ്കിൽ തന്റെ പോത്തുകളെയെല്ലാം ദിവസം 1 എന്ന കണക്കിൽ വകവരുത്തുമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ ആവുന്നത്ര ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ആ മൈതാനത്തേക്ക് തന്നെ നടന്നു. അവിടെ എത്തിയ ശേഷം ഞാൻ അല്പനേരം സ്വസ്ഥമായ ഒരു ഭാഗത്തിരുന്ന് വിശ്രമിച്ചു. കടുവ എവിടെയുണ്ടെന്ന് ഒന്നുകിൽ അവൻ തന്നെ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ ചേഷ്ടകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എന്റെ ഇരിപ്പ്. സമയം 3 മണി കഴിഞ്ഞു. വെയിലുണ്ടെങ്കിലും അത്ര അസഹ്യമായ ചൂടൊന്നുമില്ല. നല്ല കാറ്റും വീശുന്നുണ്ട്. ആ സുഖാലസ്യത്തിൽ ഞാൻ കാൽമുട്ടിൽ തല ചായ്ച്ച് തെല്ലൊന്നു മയങ്ങി. ഒരു കടുവയുടെ ഗർജനം കേട്ടാണ് ഞാൻ ആ മയക്കത്തിൽ നിന്നും ഉണർന്നത്. കടുവയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടവിട്ടിടവിട്ട് ആ ഗർജനം തുടർന്നു. മൈതാനത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു പാത ഞാനിരിക്കുന്നതിന് അടുത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. തടി മുറിച്ച് വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോകാനാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ആ പാതയുടെ അങ്ങേയറ്റത്തായാണ് കടുവയുടെ ഗർജനം കേൾക്കുന്നത്. അവനെ കണ്ടെത്താൻ ഈ പാതയിലൂടെ നേരെ നടന്നാൽ മതിയെന്ന് ചുരുക്കം. ഇപ്പോൾ റോബിൻ എന്നോടൊപ്പം വേണ്ടിയിരുന്നു. കാരണം നല്ല ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന കടുവയെ ഗന്ധത്തിലൂടെ കണ്ടുപിടിക്കാൻ റോബിന് മാത്രമേ കഴിയൂ. എന്തായാലും ഇവിടെ നിൽക്കാം. കടുവ എന്നെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വരുമോ എന്ന് നോക്കാമല്ലോ. അവനെ ആകർഷിക്കാനായി ഞാൻ പാതയോരത്തുണ്ടായിരുന്ന ഒരു വൃക്ഷശിഖരത്തിൽ കയറിയിരുന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കി. ഉടൻ തന്നെ അതിന് മറുപടിയായി കടുവയുടെ ഗർജനമുയർന്നു. ഞാൻ വേഗം മരത്തിൽ നിന്ന് താഴെയിറങ്ങി ഒച്ചയുണ്ടാക്കിക്കൊണ്ട് ഓടി വന്ന് പാതയിൽ നിന്നു. അങ്ങനെ നിൽക്കുന്നത് അപകടമാണ്. അവൻ എന്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒളിച്ചിരിക്കാൻ ഒരു സൗകര്യവും അവിടെ കണ്ടില്ല. 10-20 വാര അകലെ ഒരു തുറസായ ഭാഗത്ത് ഞാൻ കമിഴ്ന്ന് കിടന്നു. ആ കിടപ്പിൽ 50 അടി ദൂരം വരെ പാത എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അതിനപ്പുറം ഒരു പൊന്തയുള്ളതിനാൽ കാഴ്ച മറച്ചിരുന്നു. എന്നാൽ കടുവ ആ പൊന്ത കടന്നു വരുന്നത് എനിക്ക് കാണാൻ കഴിയും. അത് മതി. തോക്കിൽ തിരനിറച്ച് സേഫ്റ്റി ക്യാപ്പും മാറ്റി വെടിയുതിർക്കാൻ തയ്യാറായി ഞാൻ കൈമുട്ടുകുത്തി തലയുയർത്തി അവനെ പ്രതീക്ഷിച്ച് കിടന്നു. ഇടയ്ക്ക് അവന് സ്ഥാനം മനസ്സിലാക്കാനായി ഞാൻ ചില ശബ്ദമുണ്ടാക്കി. പെട്ടെന്ന് 100 വാര അകലെയായി അവന് ഗർജന മുഴങ്ങി. അടുത്ത 30 സെക്കൻഡിനുള്ളിൽ കടുവ പൊന്തയുടെ ഭാഗത്ത് വരുമെന്ന് ഞാൻ കണക്ക് കൂട്ടി. ഞാൻ സെക്കൻഡുകൾ എണ്ണി. പൊന്തയിലേക്ക് കണ്ണും നട്ടി കിടക്കി. പെട്ടെന്ന് എന്റെ വലതു ഭാഗത്ത് മുൻവശത്തായി കാട്ടിൽ ചെറിയൊരു ചലനമുണ്ടായത് ഞാൻ കണ്ടു. ആ ഭാഗത്ത് കാട് ധാരാളമുണ്ട്. അത് എന്റെ 10 വാരം മുൻപിൽ വരെ ഉണ്ട് താനും. സൂക്ഷിച്ചു നോക്കിയപ്പോൾ 4 അടി പൊക്കമുള്ള പുൽത്തലകൾക്ക് മുകളിലായി എന്നെ ഉറ്റുനോക്കുന്ന ഒരു വലിയ കടുവയുടെ തലയാണ് ഞാൻ കണ്ടത്. റൈഫിൾ മെല്ലെ തിരിച്ച് കുഴൽ കടുവയുടെ നേർക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ വലത് കണ്ണിന് താഴെയായി ഉന്നം പിടിച്ച് ഞാൻ നിറയൊഴിച്ചു. പിന്നെ നടന്നത് ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് ഭയം തോന്നിക്കുന്ന സംഭവങ്ങളാണ്. വെടികൊണ്ട കടുവ പ്രതികാരം ചെയ്യാൻ എന്റെ നേർക്ക് ചാടുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഉണ്ടായത് അതല്ല. വെടിയേറ്റതും ഭയങ്കരമായ അലർച്ചയോടെ അവന്റെ ശരീരം പുല്ലിന്റെ മുകൾ ഭാഗത്ത് ഉയർന്നു വന്നിട്ട് ശക്തമായി അവിടെ കിടന്ന ഒരു മരത്തടിയിൽ ചെന്നടിച്ചു വീണു. 1 അടിയോളം വണ്ണമുള്ള മരം അടുത്ത ദിവസങ്ങളിലെന്നോ കടപുഴകി വീണതായിരുന്നു. ആ വൃക്ഷം അവൻ കടിച്ചു കീറി ഇഞ്ച പോലെയാക്കി. എന്റെ ശരീരമാണ് അതെന്ന ഭാവത്തിലായിരുന്നിരിക്കണം ആ തടിയവൻ മാന്തിയും കടിച്ചും കീറിയത്. ഇടയ്ക്കിടക്ക് ഗർജനം മുഴക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നോക്കി ഞാൻ അനങ്ങാതെ കിടന്നു. പക്ഷെ അവന്റെ ശൗര്യം കണ്ടപ്പോൾ സത്യത്തിൽ ഭയം കൊണ്ട് ഞാൻ വിറച്ചുപോയി.
എപ്പോഴാണിനി എന്റെ നേർക്ക് ചാടുകയെന്നോർത്ത് ഞാൻ തോക്ക് ചൂണ്ടി അതേ കിടപ്പു കിടന്നു. കുറെ നേരത്തെ പരാക്രമങ്ങൾക്ക് ശേഷം അവൻ അലർച്ച നിർത്തി അവിടെ നിന്നും കാട്ടിലേക്ക് കടന്നുപോയി. അത് കണ്ടിട്ടും വിശ്വാസം വരാതെ കുറെ നേരം കൂടി ഞാൻ അനങ്ങാതെ കിടന്നു. പിന്നെ മെല്ലെ എഴുന്നേറ്റ് വളരെ സൂക്ഷിച്ച് നടന്ന് അല്പം അകലെയുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൽ പിടിച്ചു കയറി ഇരുന്നു കൊണ്ട് ചുറ്റുപാടും നോക്കി. കടുവ ആ ഭാഗത്തൊന്നുമില്ല എന്ന് ഉറപ്പായപ്പോൾ മരത്തിൽ നിന്നിറങ്ങി ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. പിറ്റേന്ന് രാവിലെ മരം കയറാൻ നല്ല സാമർഥ്യമുള്ള ഒരാളെ സഹായത്തിന് കൂട്ടിക്കൊണ്ട് ഞാൻ ആ മൈതാനത്തേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഉയരം കൂടിയ വൃക്ഷത്തിൽ കയറി പരിസരം പരിശോധിക്കാൻ ഞാൻ അയാളോട് പറഞ്ഞു. അയാൾ വൃക്ഷത്തിന്റെ ഉച്ചയിൽ കയറി നോക്കിയിട്ട് നിഷേധാർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു. അയാൾ അവിടെ തന്നെ ഇരുന്ന് സശ്രദ്ധം വീക്ഷിക്കാനും എവിടെയെങ്കിലും ഒരനക്കം കണ്ടാൽ എന്നെ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ട് ഞാൻ തലേന്ന് കടുവ വെടികൊണ്ട് വീണ സ്ഥലത്തേക്ക് നടന്നു. ആ മരത്തിന്റെ തടിയും ചില്ലകളുമെല്ലാം കടിച്ചു കീറിയിട്ടിരുന്നതിനു പുറമെ ആ ഭാഗത്തുള്ള ചെടികളെല്ലാം അവൻ തകർത്തിരുന്നു. ധാരാളം രക്തം അവിടെ വീണ് കിടക്കുന്നതും കാണാം. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു എല്ലിൻ തുണ്ട് കിട്ടി. അത് പരിശോധിച്ചപ്പോൾ അവന്റെ തലയോട്ടിയുടെ ചെറിയ ഭാഗമാണെന്ന് എനിക്ക് ബോധ്യമായി. രക്തപ്പാടുകൾ മറ്റെങ്ങും പടർന്നതായി കണ്ടില്ല. അതിനർത്ഥം ഞാൻ പോകുന്നതുവരെയും അവൻ അവിടെ തന്നെ കിടക്കുകയായിരുന്നു എന്നതാണ്. തലേന്ന് ഞാൻ അത്രയൊക്കെ ശ്രദ്ധ പാലിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ജീവൻ ബാക്കിയായതെന്നും എനിക്ക് മനസ്സിലായി. വെടിയേറ്റ കടുവയെ പോലെ ഉഗ്രനായ മറ്റൊരു പ്രതികാര മൂർത്തിയില്ല. അവൻ അവിടെ കിടന്ന് എന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അതും വെറും 10 വാരം മാത്രം അകലെ. ഞാൻ അശ്രദ്ധമായി പിൻവാങ്ങുകയോ അവൻ കിടക്കുന്നിടത്തേക്ക് ചെന്ന് നോക്കാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എന്നെ അവൻ വകവരുത്തുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഞാൻ പരിശോധന തുടർന്നു. അപ്പോൾ ചെടികളുടെ ഇലയിലും ചില്ലുകളിലും രക്തം പുരണ്ടിരിക്കുന്നതായി കണ്ടു. വെടിയേറ്റ ഭാഗത്തെ വേദന മൂലം അവൻ തല ചെടികളിൽ ഉരസിയതാവും. ആ അടയാളം നോക്കി ഞാൻ ഏതാണ്ട് 200 വാര അകലെ നിൽക്കുന്ന ഒരു ഇലവു മരത്തിന്റെ ചുവട് വരെ എത്തി. പിന്നെ ഒന്നും കാണാനില്ല. ഞാൻ മടങ്ങി വന്ന് എന്റെ സഹായി ഇരിക്കുന്ന വൃക്ഷത്തിൽ പിടിച്ചു കയറി എനിക്ക് പോകേണ്ട ഭാഗത്തേക്ക് നോക്കി. മുറിവേറ്റ കടുവയെ ആ ഭാഗത്ത് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ എന്നായിരുന്നു എന്റെ നോട്ടം. സാധാരണഗതിയിൽ തലയ്ക്ക് പരിക്കേറ്റ ഒരു കടുവ ഏതാനും മണിക്കൂറുകൾക്കകം ചാവും. ചിലത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാവും ചാവുക. ചിലപ്പോൾ അത്ഭുതകരമായ രീതിയിൽ മുറി കൂടി പിന്നെയും എത്രയോ കാലം ജീവിച്ചെന്നും വരാം. മരത്തിലിരുന്ന് നോക്കിയപ്പോൾ ഞാൻ അല്പം മുൻപ് കണ്ട ഇലവു മരത്തിന്റെ അല്പം ഇടതു മാറി 2 വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടു. ഒരു മരം രക്തം കിടന്നിരുന്നിടത്തു നിന്നും 30 വാരയും മറ്റേത് 50 വാരയും അകലെയാണെന്നും ഞാൻ മനസ്സിലാക്കി. ചങ്ങാതിയോട് മരത്തിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ താഴെ ഇറങ്ങി നടന്ന് 30 വാര അകലെയുള്ള മരത്തിൽ കയറിയിരുന്നു. എന്റെ പക്കൽ റൈഫിളും ചെറിയൊരു തോക്കും 100 തിരകൾ അടങ്ങുന്ന സഞ്ചിയും ഉണ്ടായിരുന്നു. റൈഫിളും തോക്കും ഒരു കയറിന്റെ അറ്റത്ത് ഭദ്രമായി കെട്ടി അതും വലിച്ചുകൊണ്ടാണ് ഞാൻ ആ മരത്തിൽ 30 അടിയോളം ഉയരത്തിൽ കയറി പറ്റിയത്. മരത്തിന്റെ ഒരു ചില്ലയിൽ റൈഫിൾ ചാരി വെച്ച് ചെറിയ തോക്കുകൊണ്ട് കാട്ടിലേക്ക് വെറുതെ അടുപ്പിച്ചടുപ്പിച്ച് വെടിയുതിർക്കാൻ തുടങ്ങി. 2ാമത്തെ മരത്തിന്റെ ചുവട് വരെ ഇങ്ങനെ വെടിയുതിർത്തു. കടുവ പതിയിരിക്കുന്ന സങ്കേതം അറിയാനായിരുന്നു ഈ സാമ്പിൾ വെടികൾ. ഒരിക്കൽ വെടിയേറ്റ കടുവ വീണ്ടും വെടിയൊച്ച കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കില്ല. പക്ഷെ എന്റെ ശ്രമം വിഫലമായി. കടുവ ആ ഭാഗത്തു നിന്നുമുള്ളതായി ഒരു സൂചനയും എനിക്ക് കിട്ടിയില്ല. ഞാൻ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി 2ാമത്തെ മരത്തിൽ വെളിഞ്ഞു കയറി. അതിലിരുന്നു കൊണ്ട് മുമ്പത്തെ പോലെ സാമ്പിൾ വെടികൾ ഉതിർത്തു നോക്കി. ഒരു വെടി ഇലവു മരത്തിലേക്കും കൊടുത്തു. അപ്പോൾ ഒരു മുരൾച്ച കേട്ടതുപോലെ തോന്നിയെങ്കിലും പിന്നെയും നിശബ്ദത തുടർന്നു. ഒരുപക്ഷെ എന്റെ പ്രതീക്ഷയുടെ ആധിക്യം മൂലം എനിക്ക് തോന്നിയതാവുമെന്ന് ഞാൻ കരുതി. എന്റെ വെടിയുണ്ടകളും പ്രതീക്ഷയും ഒരുപോലെ കാലിയായതുകൊണ്ട് ഇന്നത്തെ പരിപാടി മതിയാകാമെന്നുറപ്പിച്ച് മരത്തിൽ നിന്നിറങ്ങി എന്റെ സഹായിയും വിളിച്ചിറക്കി മടങ്ങിപ്പോന്നു. പിറ്റേന്ന് ഞാൻ രാവിലെ വീണ്ടും അവിടെ എത്തിയപ്പോൾ ആ പഴയ ഗ്രാമീണൻ തന്റെ പോത്തുകളുമായി അവിടെ വന്നിരിക്കുന്നത് കണ്ടു. പോത്തുകൾ സമാധാനമായി പുല്ലു തിന്നുകൊണ്ടിരിക്കെ ഞങ്ങൾ ഒരിടത്ത് മാറി നിന്ന് സിഗരറ്റ് വലിക്കാൻ ആരംഭിച്ചു. ആ ഗ്രാമീണൻ അപാര ധൈര്യശാലിയും സാമാന്യം ഭേദപ്പെട്ട വേട്ടക്കാരനും സർവോപരി കാടിനെ കുറിച്ചും കാട്ടുമൃഗങ്ങളെ കുറിച്ചുമൊക്കെ വളരെ ധാരണയുള്ള വ്യക്തിയുമായിരുന്നു. ബ്രഹ്മചാരി കടുവ ചത്തു എന്ന് തന്നെയാണ് അയാൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൂപ്പർ പോത്തുകളുമായി വീണ്ടും വന്നത്. അന്ന് ഞാൻ മൂപ്പരെയും പോത്തുകളെയും അരുവി കടത്തി വിട്ടിട്ട് കാട്ടിലേക്ക് മടങ്ങി പോകുന്നത് മുതൽ കക്ഷി ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. 2 കടുവകളുടെ അലർച്ച കേട്ടു. പിന്നെ ഒരു വെടിയും. തുടർന്ന് ഒരു കടുവയുടെ തുടർച്ചയായ ഗർജനവും കേട്ടു. അതിൽ നിന്നും കടുവയ്ക്ക് എന്റെ വെടിയേറ്റു എന്നുറപ്പായി. കടുവ ചത്തു കാണുമെന്നും
അയാൾ പ്രതീക്ഷിച്ചു. എന്നാൽ പിറ്റേന്ന് തുടരെ തുടരെ 100 വെടിശബ്ദം കേട്ടപ്പോൾ കക്ഷി ആകെ ആശയക്കുഴപ്പത്തിലായി. ഇന്ന് രാവിലെ അയാൾ വന്നു നോക്കിയത് സംശയം തീർക്കാനാണ്. പോത്തുകളാണ് കടുവയുടെ മണം പിടിച്ച് അയാളെ അവിടേക്ക് നയിച്ചത്. വന്നു നോക്കുമ്പോൾ രക്തം തളം കെട്ടി കിടക്കുന്നതും അതിനടുത്ത് കടുവയുടെ തലയോട്ടിയിൽ നിന്നും ചിതറിത്തെറിച്ച ഒരു എല്ലിൻ കഷ്ണം കിടക്കുന്നതും അയാൾ കണ്ടു. തലയോട്ടിയിൽ വെടിയേറ്റ ഒരു കടുവ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചിരിക്കുമെന്ന കാര്യം അദ്ദേഹത്തിന് ഉറപ്പാണത്രേ. അതെവിടെയാണ് ചത്തുകിടക്കുന്നതെന്ന് കണ്ടെത്താൻ തന്റെ പോത്തുകൾ സഹായിക്കുമെന്നും മൂപ്പർ പറഞ്ഞു. അങ്ങനെ പോത്തുകളെ മുന്നിൽ നടത്തി ഞങ്ങൾ തിരച്ചിൽ ആരംഭിച്ചു. വളരെ സാവധാനമാണ് ഞങ്ങൾ നടന്നത്. കാരണം വഴി വളരെ ദുർഘടമായിരുന്നു. ഇലവു മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു കുഴി കണ്ടെത്തി. അതിൽ കരിയിലകൾ നിറഞ്ഞു കിടന്നിരുന്നു. ആ ഇലകളിൽ ചോരത്തുള്ളികൾ ഉണങ്ങിയും ഉണങ്ങാതെയും കാണപ്പെട്ടു. അല്പം മുൻപ് വരെ കടുവ അവിടെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. തലേന്ന് ഞാൻ ഇലവു മരത്തിന്റെ നേർക്ക് വെടിയുതിർത്തപ്പോൾ കേട്ട മുരൾച്ച യാഥാർത്ഥ്യമായിരുന്നു. അവൻ അപ്പോൾ ഈ കുഴിയിൽ കിടക്കുകയായിരുന്നിരിക്കണം. ഇപ്പോൾ പോത്തുകളും ഞങ്ങളും വരുന്നത് കണ്ട് അവൻ എഴുന്നേറ്റ് മാറിയതായിരിക്കണം. പോത്തുകളാകട്ടെ കാലുകൾ കൊണ്ട് തറ മാന്താനും അമറാനും തുടങ്ങി. ഞങ്ങൾ വേഗം പോത്തുകളെയും തെളിച്ചുകൊണ്ട് മൈതാനത്തേക്ക് മടങ്ങിപ്പോന്നു. കടുവ ഇനിയും ചത്തിട്ടില്ലെന്നും അതിനെ കൊന്നിട്ടേ താൻ മടങ്ങുന്നുള്ളൂ എന്നും താങ്കൾ പോത്തുകളെയും കൊണ്ട് മടങ്ങിപ്പോകണമെന്നും ഞാൻ അയാളോട് പറഞ്ഞു. ഞാൻ സാധാരണ വീട്ടിലേക്ക് പോകാൻ ഉപയോഗിക്കാറുള്ള നടപ്പാതയിൽ കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. ആ കാൽപ്പാടുകൾ പിന്തുടർന്നു ചെന്നപ്പോൾ ഇലവു മരത്തിന്റെ കടയ്ക്കിൽ നിന്നും 100 വാരയോളം വലത്തായി കാണുന്ന കാട്ടിലേക്കാണ് കടുവ പോയതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാട്ടിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ അടയാളങ്ങളൊന്നും കണ്ടില്ല. ചെടികൾ തിങ്ങി വളർന്ന ആ കൊടും കാട്ടിലൂടെയുള്ള നടപ്പ് അത്ര എളുപ്പമായിരുന്നില്ല. 1 മണിക്കൂറിലധികം അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും നടന്നപ്പോൾ ഒരു നീർച്ചോലയുടെ അടുത്തെത്തി. നീർച്ചാലിൽ പക്ഷേ വെള്ളമുണ്ടായിരുന്നില്ല. നീർച്ചാലിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു കടുവയുടെ പിൻകാലുകളും വാലുകളുമാണ് ഞാൻ കണ്ടത്. നിശ്ചലനായി നിൽക്കുന്ന അവന്റെ ഉടലും തലയും ഒരു മരത്തിന്റെ മറവിലായത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അവന്റെ കാലിനെ ലക്ഷ്യമാക്കി വെടിതുറക്കാൻ ഞാൻ റൈഫിൾ ഉയർത്തിയെങ്കിലും അടുത്ത നിമിഷം അത് വേണ്ടെന്ന് വെച്ചു. കാരണം കടുവയും ഞാനും തമ്മിലുള്ള അകലം 10 വാര മാത്രമാണ്. നേരത്തെ എന്റെ വെടിയേറ്റ കടുവ തന്നെയാണോ അതെന്നറിയില്ല. മറ്റൊരു കടുവയാണെങ്കിൽ കാലിന് വെടിയേറ്റാൽ അവൻ തിരിഞ്ഞ് എന്നെ ആക്രമിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ കടുവ അവിടെ നിന്നും നടന്നകന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവൻ നിന്നിരുന്ന ഭാഗത്ത് രക്തത്തുള്ളികൾ വീണ് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അത് അവൻ തന്നെ. ഒരു വെടി കൂടി കൊണ്ടിരുന്നെങ്കിൽ അവന്റെ കഥ കഴിയുമായിരുന്നു. പക്ഷെ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? 1/4 മൈൽ അകലെയുള്ള ഒരു അരുവിയിലേക്കാകും അവൻ പോയിരിക്കുക എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ വേഗം മറ്റൊരു വഴിക്ക് അരുവിയുടെ ഭാഗത്തേക്ക് നടന്നു. അരുവിക്കരയിലേക്കുള്ള നായാട്ടു പാതയിലൂടെയാണ് ഞാൻ നടന്നത്. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു മാൻ കരഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ കൂടി ചാടി ഓടിപ്പോയി. ഞാനിപ്പോൾ കടുവയേക്കാൾ മുന്നിലാണെന്ന് എനിക്ക് തോന്നി. അരുവിക്കരയിലേക്കുള്ള നായാട്ടു പാതയിലൂടെയാണ് ഞാൻ നടന്നത്. കുറച്ചുകൂടി നടന്നപ്പോൾ ഭാരമുള്ള ഒരു മൃഗം വീണോടിയും പോലെ ഒരു മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുന്ന ശബ്ദവും കേട്ടു. മാൻ ഓടി വന്നത് ആ ഭാഗത്ത് നിന്നാണ്. അതിനർത്ഥം കടുവ ആ ഭാഗത്തുണ്ടെന്ന് തന്നെയാണ്. ഞാൻ നിലത്ത് കുനിഞ്ഞിരുന്ന് കാൽമുട്ടുകളും കൈപ്പത്തുകളും ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. 7-8 അടി ഉയരത്തിൽ ആ ഭാഗമെല്ലാം കാട്ടുചെടികൾ വളർന്നു നിന്നിരുന്നു. എങ്കിലും അവയ്ക്കിടയിലൂടെ 10-25 അടി വരെ എനിക്ക് മുന്നോട്ട് കാണാമായിരുന്നു. കടുവ ചാടി വരികയാണെങ്കിൽ തന്നെ അതിന്റെ മുൻഭാഗത്ത് നിന്നായിരിക്കുമെന്ന് ഞാൻ കണക്ക് കൂട്ടി. ഏതാണ്ട് 30 വാരയോളം ഞാൻ ഇപ്രകാരം ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്ന് എന്റെ മുന്നിൽ ഒരു ചുവപ്പ് നിറം പ്രത്യക്ഷപ്പെട്ടു. കരിയിലയിൽ സൂര്യപ്രകാശം വീഴുന്നതാണോ അതോ കടുവയുടെ മേനി തിളക്കമാണോ അതെന്ന് വ്യക്തമായില്ല. പിന്നീട് അങ്ങോട്ട് ഞാൻ നീങ്ങിയത് ഒരു പാമ്പിനെ പോലെ ഉദരം കൊണ്ട് ഇഴഞ്ഞിട്ടായിരുന്നു. 2 വാര ഇഴഞ്ഞിട്ട് തല ഉയർത്തി നോക്കിയപ്പോൾ അത് കടുവ തന്നെയെന്ന് ഉറപ്പായി. എന്റെ നേർക്ക് ചാടാൻ ഒരുങ്ങുകയായിരുന്നു അവൻ. അവന്റെ ഇടത്തെ തോളിൽ സൂര്യപ്രകാശം പതിക്കുന്ന കാഴ്ചയാണ് ഞാൻ നേരത്തെ കണ്ടത്. നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ 2 തവണ നിറയൊഴിച്ചു. അത് രണ്ടും ശരിക്കേറ്റതിനാൽ ഒന്ന് ശബ്ദിക്കുക പോലും ചെയ്യാതെ അവൻ മറിഞ്ഞു വീണു. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ വീരചരമം പ്രാപിച്ചത് പവൽഗാഡിലെ ബ്രഹ്മചാരി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം.